നോക്കൂ, 1937 ഏത് സാഹചര്യത്തിലാണ് ഈ വന്ദേ മാതരത്തിൽ ഒരു വെള്ളം ചേർക്കൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ജിന്നയുടെ കടുംപിടുത്തമായിരുന്നു ഉണ്ടായത്. അതേ ജിന്ന ഇഫക്റ്റ് ഈ 2026 എത്തുമ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന വസ്തുത. അതല്ലേ യഥാർത്ഥത്തിൽ രാജ്യത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഈ ഒരു നമ്മുടെ വന്ദേ മാതരം വെട്ടിച്ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം ഏത് ഭാഗത്തുനിന്നായിരുന്നു വന്നത് എന്ന് നമ്മൾ പല തവണയും ചർച്ച ചെയ്താണ്. ഈ ചർച്ചയിലും പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു ആശയം അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ട ജിന്നയുടെ മുസ്ലിം ലീഗിന്റെ ആത്മാവിന്റെ ഒരു ചെറിയ അംശമെങ്കിലും ഇപ്പം കേരളത്തിൽ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ചില കൂട്ടരെങ്കിലും വരുന്നത്. പിന്നെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി, അദ്ദേഹം എന്താ പറയുക, ഈ വളരെ ബൈനറി ഇക്വേഷൻസ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ ഈ എന്താ പറയുക, പാവപ്പെട്ടവന്റെ കണ്ണീര് തുടച്ചു മാറ്റുന്നതാണ് നമ്മുടെ പ്രഥമ ആവശ്യം. അതൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ്, ഒരു ഫാൾസ് ബൈനറി സൃഷ്ടിക്കുന്നതിന്റെ. അതൊരു പക്ഷേ ഈ CPM-ന്റെ നമ്മൾ ചർച്ചകളോ അല്ലെങ്കിൽ അവരുടെ നെറേറ്റീവ് ഒക്കെ എടുത്ത് നോക്കി അവരിങ്ങനെയുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് എടുക്കുക. ഒരു എക്സ്ട്രീം എൻഡിൽ നിൽക്കുന്ന ഒരു കാര്യം എടുക്കും, എന്നിട്ട് നമ്മുടെ കൾച്ചറൽ വാല്യൂസുമായിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് അതിനെ കലർത്തിക്കൊണ്ട് ഇതിന് രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ നോക്കും. അത് കാണുന്ന ആളുകൾക്ക് തോന്നും ശരിയാണല്ലോ പറഞ്ഞത്, കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണോ? പക്ഷെ അല്ല, നമുക്ക് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക ബിലോ പോവർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനും അതേസമയം നമ്മുടെ സിവിലൈസേഷണൽ ഐക്കൺസിനെ ആദരിക്കാനും രണ്ടും കൊണ്ടുപോകുന്നതല്ലേ. ഇതെല്ലാം ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഭാഗത്ത് ആത്മനിർഭർ ഭാരത് ഉള്ളത്, മറുഭാഗത്ത് നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ കൾച്ചറൽ ഐക്കൺസിനെയൊക്കെ റിവൈവ് ചെയ്തെടുക്കുകയും വേണം. അപ്പൊ രണ്ടും രാജ്യത്തിന്റെ ആവശ്യങ്ങളാണ്. അപ്പൊ എല്ലാ ആവശ്യങ്ങളും കൂടെ നമുക്ക് ഒരേ ത്രാസിൽ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ത്രാസിൽ അളക്കാൻ പറ്റില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ എഹ്സാൻ ജഫ്രിയുടെ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഒരു ക്ലാസിക് ഒരു എന്താ പറയാ ഒരു ക്രിമിനൽ ആക്ടിനെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബൈനറി ഇക്വേഷൻ സൃഷ്ടിച്ച് ഒരു കൾച്ചറൽ റിവൈവലിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളെയൊക്കെ ഇതുമായി താരതമ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷൻ എടുക്കുന്ന ചില ആളുകൾ ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ അങ്ങനത്തെ നെറേറ്റീവ്സ് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു ബൈനറിയിലേക്ക് ചുരുക്കാൻ നോക്കരുത്. കാരണം ഇതൊരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വന്ദേ ഭാരതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിന്റെ പേർവ്യൂലും കൂടെ ചിന്തിക്കണം. കാരണം സ്വാതന്ത്ര്യം ഒരു പവിത്രമായ ഒരു ആത്മീയവുമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് എന്ന് വിശ്വസിച്ച ഒരുപാട് ആളുകളുടെ ഒരു എന്താ പറയാ ഒരു സങ്കല്പമായിരുന്നു നമ്മുടെ ഈ റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതിൽ എഴുതപ്പെട്ട ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട് അന്നത്തെ കാലത്ത്. ഈ പറയുന്ന പോലെ എത്രയോ കവികൾ, അതിലിപ്പോ ഹിന്ദു മുസ്ലിം എന്നല്ല, ഒരു എന്താ പറയാ പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പല രീതിയിലുള്ള സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഹിന്ദു ദേവി ദേവതമാരൊരിക്കലും എന്താ പറയുക ഇത് ഹിന്ദുക്കളുടെ ഐക്കൺസ് ആണ് എന്ന രീതിയിൽ ആയിരുന്നില്ല അത് കണ്ടത്. അതൊരു എന്താ പറയാ ഒരു ആത്മീയമായ ഒരു ലക്ഷ്യമാണ് സ്വാതന്ത്ര്യം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചില ലേഖനങ്ങളിലൊക്കെ അങ്ങനെയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ കാണേണ്ടത് ആ 19th സെഞ്ചുറി കോണ്ടെക്സ്റ്റിലാണ്, അല്ലാതെ ഇന്ന് ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഒരു ഫേക്ക് സെക്യുലറിസം നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ലെൻസിലൂടെ അതിനെ കാണാൻ നോക്കരുത്. പിന്നെ ഈ ജിന്നയുടെ ആവശ്യത്തെ അന്ന് എതിർത്ത റഫി അഹമ്മദ് കിദ്വായി, അദ്ദേഹം നെഹ്റുവിന്റെ ക്യാബിനറ്റിലെ ആദ്യത്തെ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. അദ്ദേഹത്തിന് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വന്ദേ മാതരത്തെ വെട്ടിച്ചുരുക്കുന്നതിന് എതിരായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, നെഹ്റുവിന്റെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പങ്കിനേക്കാളും വലുതാണോ ഇന്നത്തെ ഇവിടുത്തെ കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ CPM-കാരുടെ പങ്ക്? അപ്പൊ അദ്ദേഹത്തെ പോലുള്ള അന്നത്തെ നാഷണലിസ്റ്റ് ചിന്താഗതിയുള്ള മുസ്ലിങ്ങൾക്ക് അതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് ആർക്കായിരുന്നു പ്രശ്നം? മുഹമ്മദ് അലി ജിന്നയുടെ ആശയം പേറുന്ന അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന ചില എന്താ പറയുക നേതാക്കൾക്കും അല്ലെങ്കിൽ ചില സംഘടനകൾക്കും അത് പ്രശ്നമായിരുന്നു. അപ്പൊ അവരുടെ ഒബ്ജക്ഷൻസിനെ മാനിച്ചുകൊണ്ടാണ് അന്ന് ഈ 1937 ഈ ഒരു എന്താ പറയുക ഇതിന്റെ സ്റ്റാൻസ ചിലതൊക്കെ വെട്ടിച്ചുരുക്കിയത്. അങ്ങനെ വെട്ടിച്ചുരുക്കിയെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഇവിടെ ഈ അല്ലാമ ഇക്ബാലിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം പാകിസ്ഥാന്റെ എന്താ പറയാ ഒരു ഇന്റലക്ച്വൽ ഗ്രൗണ്ട് വർക്ക് നടത്തിയാണ് ആ ഒരു ക്രിയേഷന് വേണ്ടിയിട്ടുള്ള. പക്ഷെ അവരൊക്കെ തന്നെ ഈ ജിന്നയുടെ ഐഡിയോളജിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇദ്ദേഹം ഇവിടെ മറ്റേ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടല്ലോ, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാണ്. ഇന്ന് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ പ്രശ്നമാണ്, അന്നത് എഴുതിയത് അല്ലാമ ഇക്ബാലാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പോയമുണ്ട് രാമനെ കുറിച്ചുള്ള. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യയുടെ ആത്മീയ നേതാവായിട്ടാണ് അദ്ദേഹം രാമനെ കാണുന്നത്. ആരാണ് കാണുന്നത്? അല്ലാമ ഇക്ബാലാണ് അത് കാണുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറും, അതായിരുന്നു ഇന്ത്യയുടെ ചരിത്രവും. പിന്നെ ഇവിടെ ഞാൻ ഇതിലൊരു CPM പാനലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്,
നിങ്ങൾ പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഇൻകിലാബ് സിന്ദാബാദ് അല്ലേ, അത് ആരാണ് കോയിൻ ചെയ്തതെന്ന് അറിയാലോ, ഹസ്രത്ത് മൊഹാനിയാണ്. ആ ഹസ്രത്ത് മൊഹാനി കൃഷ്ണഭക്തനായിരുന്നു, വലിയ രീതിയിലുള്ള സ്നേഹത്തിന്റെ സാമ്രാജ്യം മുഴുവൻ അങ്ങയുടെ പാദങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹസ്രത്ത് മൊഹാനി. അപ്പൊ അതായിരുന്നു ഇന്ത്യയുടെ സംസ്കാരം, അതായിരുന്നു അന്നത്തെ റെവല്യൂഷണറീസിന്റെ കാഴ്ചപ്പാട്. അവർക്ക് ഈ പറഞ്ഞ പോലെ രാമനോ ദുർഗയോ ഒന്നും ഇന്നത്തെ ഒരു പെർവ്യൂലായിരുന്നില്ല അവർ കണ്ടുകൊണ്ടിരുന്നത്. അന്നൊരു ശക്തി സെൻട്രിക് നാഷണലിസം വളർന്നു വന്നിരുന്നു ബംഗാളിൽ നിന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് പല ലേഖനങ്ങളും വന്നത്. അന്ന് കാസി നസറുൽ ഇസ്ലാമിനെ പോലുള്ള, അതായത് ബംഗ്ലാദേശിന്റെ നാഷണൽ പോയിന്റായി മാറി അദ്ദേഹം പിന്നീട്. അദ്ദേഹത്തിന്റെ വരികളിൽ പലപ്പോഴും ഗോഡസ് ദുർഗയെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു കൊളോണിയൽ ടൈറണിക്കെതിരെ ഒരു അവേക്കനിങ് പവർ ആയിട്ടാണ് ഗോഡസ് ദുർഗയെ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. കൊളോണിയൽ ശക്തിയെ നശിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഊർജ്ജമാണ് ഗോഡസ് ദുർഗ പകർന്നുകൊണ്ടിരുന്നത് എന്ന രീതിയിലായിരുന്നു അദ്ദേഹമൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പാകിസ്ഥാന്റെ നാഷണൽ ആന്തം എഴുതിയ ഹഫീസ് ജലന്ധരി, അദ്ദേഹം വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹം കൃഷ്ണനെ ആരാധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള എഴുത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻഷാ അല്ലാ ഖാനെ പോലുള്ള ആളുകൾ. അപ്പോൾ ഇന്ന് വി ഡി സതീശൻ സർക്കാരിനാണ് ഇതിന് പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സിപിഎംകാരും ഏത് ഐഡിയോളജിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുന്നതെന്ന് അറിയില്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് 3 സംസ്ഥാനങ്ങൾ വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം പാടി എന്നതാണ്. AICC ആസ്ഥാനത്ത് ഇത് പാടി. ചിലർക്കൊക്കെ അസൗകര്യം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ആ പാടിയവരെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം ഇന്നും കോൺഗ്രസിനുള്ളിൽ നാഷണലിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നതിന്റെ ഒരു തെളിവാണത്. അപ്പൊ വന്ദേ മാതരം ഞങ്ങൾക്ക് ഇപ്പം തീരെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് റിലീജിയസ് സിമ്പിളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ആർമിയിലെ ചില വാർ ക്രൈസ് കേട്ടിട്ടുണ്ടോ? മറാഠ ലൈറ്റ് ഇൻഫൻട്രിയുടെ വാർ ക്രൈ എന്ന് പറഞ്ഞത് ജയ് ഭവാനി ജയ് ശിവാജി എന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മറാഠ ലൈറ്റ് ഇൻഫൻട്രിയിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, അതിൽ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം ഓഫീസേഴ്സോ ഇല്ലാന്ന്, അല്ലെങ്കിൽ മുസ്ലിം ജവാൻസോ ഇല്ലാന്ന്? കാളിമാതയ്ക്ക് വേണ്ടി പറയുന്നവരുമുണ്ട്. ജമ്മു റെജിമെന്റ്സ് അല്ല, ഡോഗ്ര റെജിമെന്റിന്റെ അതാ ഞാൻ പറഞ്ഞത്, ജ്വാലാ മാതാ കി ജയ് എന്ന് പറയും. രാജ്പുത് റെജിമെന്റിന്റെ എന്താ പറയുക, ബോൽ ബജറംഗ് ബലി കി ജയ്, ബോലോ ബജറംഗ് ബലി കി ജയ്, ഹനുമാനെ ആദരിച്ചുകൊണ്ടാണ് അവരുടെ വാർ ക്രൈ. അതേപോലുള്ള എത്രയോ വാർ ക്രൈ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു ഫേക്ക് സെക്യുലറിസം നെറേറ്റീവിലൂടെ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമായിരിക്കും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തൊരു കാര്യമുണ്ട്. ഞാൻ എന്താ പറയുക, ഈ ഒരു ചർച്ചയിൽ ഞാൻ പ്ലേ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ എന്താ പറയുക, ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ പ്ലേ ചെയ്യാൻ നോക്കാം. കാരണം ഇത് പണ്ട് നമ്മുടെ നാട്ടില് ഒരു സ്കൂളിൽ കുട്ടികൾ പാടിയതാണ്. അന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എന്താ പറയുക, രാജ്യത്തെ കുട്ടികളാണ് പലപ്പോഴും നമ്മുടെ ഭാവി, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ചിന്താഗതിയിലൂടെയാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുക. അപ്പൊ അവര് നമ്മുടെ നാഷണൽ സിംബൽസിനെയൊക്കെ എത്ര റെസ്പെക്ട് ചെയ്യുന്നു എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ്.